ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പെട്ടെന്ന് വെളുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നാച്ചുറലായിട്ട് നമ്മൾ എങ്ങനെയാണ് ബ്രൈറ്റ്നസ് കൊണ്ടുവരിക, അതും ചെറിയ നമ്മൾ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തന്നെ അടിപൊളിയായിട്ട് നമ്മൾ സ്കിൻ ടോണിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുറേ നല്ല പാക്കുകളും എല്ലാം തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടോൺ ബ്രൈറ്റ് ആക്കുക എന്നുള്ളത്. സോ അതിന് നമുക്കറിയാം, എല്ലാവർക്കും ഈ എന്താ പറയുക, പെട്ടെന്ന് വെളുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേരാണെങ്കിലും ശരി, എല്ലാവരും പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഈവൻ സ്കിൻ വൈറ്റനിങ് ക്രീമുകളിൽ ശരിക്കും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ട്. എനിക്ക് സത്യത്തിൽ അവരോടാണ് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ വൈറ്റനിങ് ക്രീമുകൾ മാക്സിമം അവോയ്ഡ് ചെയ്തേ പറ്റൂ. അത് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. സ്കിൻ ഭയങ്കരമായിട്ട് അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ ചെയ്യുന്നത് അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് മോശം റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പല ഭാഗത്തും ഞാൻ കേട്ടിട്ടുണ്ട്, കൂടുതലും ഈ ബ്രൈറ്റനിങ് ക്രീമുകളുടെ സെയിലും കാര്യങ്ങളും ഞാൻ അത് കൂടുതലെടുത്ത് പറയുന്നില്ല. ബട്ട് എന്നാൽ പോലും കാരണം നമുക്കിതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട്, കാരണം നമുക്കിതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഇത് തെറ്റായിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, ഈവൻ സ്കിൻ ക്യാൻസർ വരെയും ഇതിന് ചാൻസ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. വൈറ്റനിങ് ക്രീമുകൾ മാക്സിമം ഇത് പെട്ടെന്ന് വെളുക്കും, 10 ദിവസം ഇട്ടാൽ മതി, 1 മാസം ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലവരും കൊണ്ടുതരും. ദയവ് ചെയ്ത് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാനോ എൻ്റർടൈൻ ചെയ്യാനോ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ എന്താ പറയുക, നമുക്കറിയാം വെളുക്കാനായിട്ട് ഗ്ലൂട്ടോതൈൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് അവർ ഓക്കെ ആണ് എന്നൊക്കെ പറയുവാണെങ്കിൽ അത് അവരവരുടെ ഇഷ്ടമാണ്. അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് മൂവ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്രീംസുകൾ, അതുപോലെ ചില ആൾക്കാർ ഈ ക്യാപ്സ്യൂളായിട്ടും ടാബ്ലറ്റായിട്ടൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്കിൻ ടോൺ എന്തോ ആണെങ്കിലും അത് നമുക്ക് ദൈവം തന്നതാണ്. സോ അതിനെ നമ്മൾ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം, മനസ്സിലായോ? അതല്ലാതെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വെളുപ്പിൽ മാത്രമല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. വെളുത്തത് കൊണ്ട് മാത്രം ഒരാൾ ഭംഗിയാവില്ല. അവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം, അത് മാത്രമല്ല എന്താ പറയുക, ഒരു ഭംഗി എന്ന് പറയുന്നത് നമുക്കൊരാളെ ഫേസിൽ കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല, നമുക്ക് പെട്ടെന്ന് അത് കറുത്താലും ശരി വെളുത്താലും ശരി നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, കറുപ്പിൽ മാത്രം വെളുത്തത് കൊണ്ട് മാത്രമല്ല കേട്ടോ, കറുത്തവരാരും ഭംഗിയില്ല എന്നൊന്നുമല്ല, എല്ലാത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പ്ലസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്, മെയിൻറ്റെയിൻ ചെയ്യുക. എൻ്റെ സ്കിൻ ഡള്ളാണ് അല്ലെങ്കിൽ കുറച്ച് ഡസ്കി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിക്കാനേ പാടില്ല. നമ്മൾ കൂടുതൽ നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീൻ കാര്യങ്ങൾ പ്രോപ്പറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ പാക്കുകളൊക്കെ പറഞ്ഞു തരുന്നത്, എന്നാൽ അതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ സ്കിൻ കെയറിൽ അതുപോലെ സൺസ്ക്രീൻ നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല, നിർബന്ധമായിട്ടും ഞാൻ പറയാം. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ വീട്ടിലിരിക്കുമല്ലേ, ചിലവരുടെയൊക്കെ മൈൻഡ് സെറ്റ് അതാണ്, വീട്ടിലാണല്ലോ പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ ഇട്ടാൽ പോരെ, വീട്ടിലിരിക്കുന്നവർക്ക് എന്തിനാണ് സൺസ്ക്രീനിൻ്റെയൊക്കെ ആവശ്യം, നമ്മൾ വെയിലത്തൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കാം. ഒരു കാരണവശാലും അങ്ങനെ ചിന്തിച്ചിരിക്കരുത്. നമ്മൾ വീട്ടിലിരുന്നാലും നമ്മൾ സൺസ്ക്രീൻ ഡേ ടൈമിൽ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ ഇട്ടേ പറ്റൂ. കാരണം നമുക്കൊരു ഏജ് കഴിഞ്ഞാലും നമ്മൾ പറയുമല്ലോ, എനിക്ക് പ്രായമായത് കൊണ്ടാണ് എനിക്ക് എന്താ പറയുക സ്കിന്നിൽ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുന്നത്, പിഗ്മെൻറ്റേഷനും ഇതൊക്കെ വന്നിരിക്കണം, സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോകുന്നത്. എനിക്ക് പ്രായം ഒരിക്കലും അല്ല, അത് ഞാൻ 100 ടൈംസ് പറയും ഒരിക്കലും അല്ല എന്നുള്ളത് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ സോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്തൊക്കെ മാറ്റി ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് എടുക്കുക. സ്കിന്നിനെ ഫസ്റ്റ് ചെയ്യേണ്ടത് മോയ്സ്ചർ നല്ലതുപോലെ കൊടുക്കുക, അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ചെറിയ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ സ്കിൻ നല്ലതുപോലെ ബ്രൈറ്റ് ആവും. കാരണം ഇന്ന് ആർക്കും അതിനൊന്നുമില്ല, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കിട്ടണം, എളുപ്പത്തിൽ കിട്ടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. സോ മാക്സിമം നല്ലത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്, നമ്മളുടെ സൗന്ദര്യം കൂട്ടാനും നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുമാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാവാതെ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റ് ആക്കാനുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും
ചെയ്ത് നോക്കണം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം ഗ്ലോവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൽഫ് മേക്കപ്പിൽ ഗ്ലാസ് മേക്കപ്പ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വരുന്ന മൺഡേ ആണ് വരുന്നത്, 22 ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വീഡിയോ റെക്കോർഡഡ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. നമ്മളുടെ വീഡിയോ തന്നെ എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത്രയും പറയുമ്പോൾ നമ്മളുടെ ക്ലാസ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനപ്പുറമായിരിക്കും നമ്മളുടെ ക്ലാസ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരുങ്ങണം, നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. നമുക്കറിയാം ഇനി അങ്ങോട്ട് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുവാണ്. നമ്മൾ പല പല ആഘോഷങ്ങളും കല്യാണങ്ങളും തിരക്കും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്ന് ഒരുങ്ങണം. മിക്ക ആൾക്കാർക്കുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ ഇതെന്ത് പ്രൊഡക്റ്റാണ്, ഇതെനിക്ക് ഓക്കെ ആവുമോ എന്നുള്ള ഒരു സംഭവമൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് സ്യൂട്ടാവുമോ, എനിക്ക് ചെയ്താൽ റെഡിയാവുമോ, മേക്കപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ എങ്ങനെയാണ് ഒന്ന് കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റുകൾ വെച്ച് നമുക്ക് പ്രീമിയം രീതിയിൽ സെലിബ്രിറ്റീസിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ലൈവ് ക്ലാസ് ആയിരിക്കും. പ്ലസ് കയറാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷനും ഉണ്ട്. വളരെ ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ, 350 റുപ്പീസ് എന്തോ വരുന്നുള്ളൂ. ചെറിയ ഫീസാണ്. അപ്പോൾ അത് ഫീസിൻ്റെ കാര്യമല്ല, നമുക്ക് അറിയണം. കാരണം ഇതിൽ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ക്ലാസ് വെക്കണം എന്നുള്ളത്. കാരണം 12 വർഷമായി ഞാൻ പഠിപ്പിക്കലാണ് നമ്മളുടെ ഡ്യൂട്ടി. അപ്പോൾ 12 വർഷത്തെ നമ്മൾ നിപ്സ് ബൈ ഷാന അക്കാഡമി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മേക്കപ്പ് ഫീൽഡിൽ തന്നെ ഇപ്പോൾ ഉള്ളത് നമ്പർ 1 ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗ്ലാസ് മേക്കപ്പ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ഗ്ലാസ് മേക്കപ്പ് എന്നുള്ളത് അതായത് നല്ലൊരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണല്ലോ. അപ്പോൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ വരുന്ന മൺഡേ ആണ്, നേരിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഗ്ലാസ് മേക്കപ്പ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, സ്വന്തമായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് സെൽഫ് മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നോക്കാം നമ്മളെ പാക്കുകൾ, നമ്മൾ പെട്ടെന്ന് നിറം വയ്ക്കാനുള്ള പാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നിറം വയ്ക്കുക എന്ന് പറയുന്നതിലുപരി ഞാൻ പറഞ്ഞു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ട് അതിന് നമുക്ക് ഏറ്റവും നല്ല പാക്ക് എന്ന് പറയുന്നത് നമുക്ക് റൈസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അരിയിടാനായിട്ട് എന്തായാലും അരി കഴുകി വെള്ളമൊക്കെ എടുക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഈ പച്ചരി കഴുകുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിലേക്ക് ഒരുപാട്, നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഒരു ബ്രൈറ്റ് ആവണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെള്ളം കൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കൂ, ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര ഒരു ക്ലെൻസിങ് ആയിരിക്കും ഫേസിന്. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് റൈസ് പൗഡർ എടുക്കുക. റൈസ് പൗഡറും അതിൽ കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുക, ഇച്ചിരി ഹണിയും കൂടെ ആഡ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് 1 സ്പൂൺ എടുത്താൽ മതി. 1 സ്പൂൺ റൈസ് പൗഡറും 1 സ്പൂൺ കേർഡ്, 1/2 ടീസ്പൂൺ നമുക്ക് ലൈം ചിലവർക്ക് ഓക്കെ ആവില്ല, ചിലവർക്ക് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ലൈം നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ഹണിയൊക്കെ എടുത്ത് നമുക്കൊരു പാക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ, എന്ത് മാറ്റം ഉണ്ടാവും. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്കിത് ചെയ്യുന്നത്. ഇനി ചിലവർക്ക് എന്താ പറയുക, കേർഡ് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് റോസ് വാട്ടർ, കേർഡിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ എടുക്കാവുന്നതാണ്. റോസ് വാട്ടറും അതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടിയും, കേർഡ് അറിയാലോ, തൈര്. ഓക്കെ, തൈര് യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾസൊക്കെ വരുന്നവരാണെങ്കിൽ തൈര് അവോയ്ഡ് ചെയ്യുക, അതിന് പകരമായിട്ട് റോസ് വാട്ടർ എടുത്താൽ മതിയാവും. സോ ഇത് നമ്മുടെ സ്കിന്നിനെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡെഡ് സെൽസൊക്കെ ശരിക്കും നമുക്ക് സ്കിന്നിൽ അൺഈവണായിട്ടുള്ള സ്കിൻ ടോണിനെയൊക്കെ മാറ്റി ഈവണിലേക്ക് കൊണ്ടുവരാനായിട്ട് റൈസ് പൗഡർ സൂപ്പർബാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം റൈസ് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. റൈസ് തരി പോലെ പൊടിച്ച്
ഒഴിച്ചെടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം. അതിന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ഈ അരിയൊക്കെ നമുക്കറിയാം, നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ വേണ്ട ആൾക്കാരായിരിക്കും. സോ നമുക്ക് റൈസ് നമ്മൾ കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ ഈ ഇഡ്ഡലിക്കൊക്കെ നമ്മൾ മാവ് അരച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ച് തരി പോലെ ആയിരിക്കുമല്ലേ, ആ ഒരു രീതിയിലാണ് നമുക്ക് സ്ക്രബിന് ആവശ്യം വരുന്നത്. സോ ഇച്ചിരി തരി പോലെ നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടാണെങ്കിലും നമ്മൾ ഫേസിൽ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതിനകത്ത് നമ്മൾ ഈ റൈസ് കഴുകിയ വെള്ളം തന്നെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇത് ചെയ്യുവാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. നമ്മളെ സ്കിൻ നല്ല വ്യത്യാസം ഉണ്ടാവും. സാധാരണ നമ്മളുടെ സ്ക്രബ് ആഴ്ചയിൽ 1 പ്രാവശ്യമാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മുടെ സ്കിന്നിന്, സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ വീക്ക്ലി വൺസ് വളരെ മൈൽഡായിട്ട് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി 2 നമുക്ക് ധൈര്യമായിട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ്. സോ നല്ല രീതിയിൽ മസാജ് കൊടുത്ത് ഒരു 5 മിനിറ്റ്സോളം നന്നായിട്ട് മസാജ് ചെയ്യുക. ഫേസ് ആൻഡ് നെക്ക് എല്ലാവിടെയും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. സോ ഇത് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ് ക്യൂബ് വെച്ചൊന്ന് മസാജും കൂടി കൊടുത്ത് നോക്കൂ. സ്കിൻ ബ്രൈറ്റ് ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ടും ഒരു ടെൻഷനില്ലല്ലോ, നമ്മളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊന്നും പേടിക്കാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ എന്താ പറയുക, ഒരുപാട് പൈസയും കൊടുത്ത് നമ്മൾ സ്കിന്നിനും പ്രശ്നമായി, അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും വർദ്ധിക്കുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ്റിലേക്ക് ദയവ് ചെയ്ത് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈസ് വാട്ടർ നമ്മൾ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ കുറച്ച് എന്താ പറയുക, അത് റൈസ് വാട്ടർ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് 2-3 ദിവസം വരെയും നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടോണറായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്ത് കളയാം. ഇതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞെന്ന് ഈ പാക്ക് യൂസ് ചെയ്ത് നോക്കൂ. അതും നമുക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യം ഈ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വീണ്ടും പറയാം. 1 സ്പൂൺ എടുക്കുക റൈസ് പൗഡർ, അതിലേക്ക് 1 സ്പൂൺ നമുക്ക് തൈര് എടുക്കുക, ദെൻ കുറച്ച് നമുക്ക് ലൈം ജ്യൂസ്, അതായത് നാരങ്ങ നീര് കുറച്ച് 1/2 ടീസ്പൂൺ എടുക്കുക. ചിലവർക്ക് നാരങ്ങ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് ആവശ്യമില്ല, അല്ലാത്തവർക്കാണെങ്കിൽ എടുക്കാം. കുറച്ച് 1/2 ടീസ്പൂൺ നമുക്ക് ഹണിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇടുക. സോ നല്ല റിസൾട്ടായിരിക്കും. അതുപോലെ റൈസ് വാട്ടർ, അതുപോലെ തന്നെ റൈസിൻ്റെ സ്ക്രബ്, ഇത് 3 നമ്മൾ ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ സ്കിൻ നല്ല നാച്ചുറലായിട്ട് തന്നെ നല്ല ബ്രൈറ്റ് ആവുകയും അതുപോലെ തന്നെ നല്ല ഗ്ലോ ആവുകയും ചെയ്യും. സോ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാവട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ മേക്കപ്പ് ക്ലാസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ, കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ നോട്ട്സായിട്ട് നമ്മൾ തരുന്നുണ്ട്. റെക്കോർഡായിട്ട് നിങ്ങൾക്ക് വീണ്ടും 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 കണ്ട് മനസ്സിലാക്കാനായിട്ട് റെക്കോർഡും തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്നോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് മാം ഇങ്ങനെ ഒരു ക്ലാസ് വെക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ക്ലാസ്സിലെല്ലാവരെയും കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന പാക്കും കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്തും അറിയിക്കുക. ബൈ, താങ്ക് യു.